ആദ്യം ഒക്കെ നശിക്കപ്പെട്ട് ഒരു കാട് പിടിച്ച് കിടക്കായിരുന്നു എന്നാ പറയണത് ഇവരെ ഇവിടുത്തെ ആളുകൾ പറയണത്. അതിന്ന് സീറോന്ന് തുടങ്ങിയതാന്നാ പറയാ. ആണല്ലേ? നല്ല ഗംഭീരമായിട്ടുണ്ട് ഇവിടെ വർക്ക്. ചെങ്കല്ലില് ഫുള്ളായിട്ട് നമ്മളെ വെട്ടുകല്ലില് നല്ല ഫിനിഷ് ചെയ്തിട്ടുള്ള ചുമരും നല്ല ഗംഭീരമായിട്ടുള്ള മരത്തിന്റെ വർക്കും ഒക്കെ വെച്ചിട്ട് ഏകദേശം അവസാന ഘട്ടത്തിലാണല്ലേ? അങ്ങനെ 3 ഭാഗം എന്താ പറയാ, നാലമ്പലം എന്ന് പറയാം. നാലമ്പലത്തിൽ 3 ഭാഗം കഴിഞ്ഞു. ഭക്തജന പങ്കാളിത്തത്തോടുകൂടിയാണ് ഇത്രയും കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. എല്ലാ ആളുകളും പിന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് ഈ അമ്പലത്തിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥിതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. ആ ശ്രീകോവിലിന്റെ ചെറിയ ഒരു അവശിഷ്ടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്ഷേത്രക്കുളം എന്ന് പറഞ്ഞ സ്ഥലം വളരെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിട്ട് അവിടെ പിന്നെ ഇത് മൂരികളെയും നായ്ക്കളും എല്ലാം കുളിപ്പിക്കാനും ഇതൊക്കെ ആയിട്ട് വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ 17 വർഷം മുന്നേ ഇവിടെ നമ്മളൊരു ചെറിയ മീറ്റിംഗ് ഒക്കെ വെച്ച് ഇവിടേക്കുള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ല ഈ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഇതിൻ്റെ ഊരായ്മകളായിട്ടുള്ള ആളുകളെ എടുത്ത് നോക്കി അവരെടുത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് തൽക്കാലം പ്രവേശിക്കാനുള്ളൊരു വഴി കിട്ടി, ഒരു വഴി സൗകര്യം കിട്ടി. ഇത് ആഴ്ചയിൽ ഒരു തിരി വെച്ചും കൊണ്ടിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പൂർത്തീകരിച്ചു. കാര്യങ്ങളൊക്കെ അല്ലേ? ക്ഷേത്രത്തിന്റെ പണിയാകുമ്പോൾ